ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളാസ്. ആർ പ്രോഗ്രാമിങ്ങിലെ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഡേറ്റ ഫ്രെയിമിനെ നോക്കാം. എന്താണ് ഡേറ്റ ഫ്രെയിം? എ ഡേറ്റ ഫ്രെയിം ഇൻ ആർ ഈസ് എ two-dimensional table-like structure where each column can hold different data types. ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ടേബിളിനെ പോലെയല്ല, ടേബിളിൻ്റെ സ്ട്രക്ചറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഒരു ടേബിളിൽ എങ്ങനെയാണ് ഡേറ്റ ഉണ്ടാവുക? റോസ് ആൻഡ് കോളംസ് ആയിട്ട്. സെയിം സ്ട്രക്ചറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ സെറ്റുകളെ അനലൈസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റുഡൻസ് എന്നുള്ള ഒരു വേരിയബിളിനകത്തേക്ക് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു. ഡേറ്റ ഡോട്ട് ഫ്രെയിം ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് ഓരോ കോളംസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ടേബിളിലോട്ട് വരാനുള്ള ഓരോ കോളംസ് കൊടുക്കുകയാണ്. ഒന്നാമതായിട്ട് നെയിം എന്നുള്ള ഒരു കോളം, അതിലെ വാല്യൂസ്, ഓക്കെ. ഇവിടെ നെയിം എന്നുള്ള കോളത്തിൽ 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഏജ് എന്നുള്ള ഒരു കോളമാണ്. ഏജ് കോളത്തിനകത്തേക്കും ഇതുപോലെ 4 വാല്യൂസ് കൊടുക്കുക. കാരണം നമ്മൾ എത്ര റോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എല്ലാ കോളംസിലും അത്രയും റോസ് തന്നെ വരണം. ഇവിടെ ഞാൻ നെയിം എന്നുള്ളൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് 4 വാല്യൂസ് കൊടുത്തപ്പോൾ അവിടെ 4 റോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഏജിലും 4 വാല്യൂസ് വരണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 കോളംസ് ക്രിയേറ്റ് ചെയ്തു, നെയിം ആൻഡ് ഏജ്. അടുത്തതായിട്ട് ഗ്രേഡ് എന്നുള്ളൊരു കോളം കൂടി ക്രിയേറ്റ് ചെയ്യാം. ഗ്രേഡ് ഈക്വൽ ടു ഒന്നാമത്തെ ആൾക്ക് എ ഗ്രേഡ്, രണ്ടാമത്തെ ആൾക്ക് ബി, മൂന്നാമത്തെ ആൾക്ക് എ, നാലാമത്തെ ആൾക്ക് അഗെയിൻ സി ഗ്രേഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തേക്ക് 3 കോളംസ് ആണ് കൊടുത്തത്, നെയിം, ഏജ് ആൻഡ് ഗ്രേഡ്. ഈ 3 കോളംസിലും 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡേറ്റ ഫ്രെയിമിൽ 4 റോസ് ആണ് ഉണ്ടാവുക. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റുഡൻസ്, യെസ്, നമുക്ക് ഔട്ട്പുട്ടിൽ കാണാം ഇവിടെ നെയിം എന്നുള്ളൊരു കോളം, ഏജ്, ഗ്രേഡ്, ഇങ്ങനെ 3 കോളംസും 4 റോസും ആണ് ഇതിലുള്ളത്. റോസിൻ്റെ നമ്പറിനെ ഇവിടെ നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ കോളവും ഹോൾഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ്. ഇവിടെ നെയിം കോളത്തിലുള്ളത് സ്ട്രിങ് ആണെങ്കിൽ ഏജ് കോളത്തിലുള്ളത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഈ ഒരു രീതിയിൽ ഡേറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിലൊരു ഡേറ്റ ഫ്രെയിം ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ള വേരിയബിളിൽ എൻ്റെ ഒരു ഡേറ്റ ഫ്രെയിം ഉണ്ട്. നമുക്കതിൽ ഒരുപാട് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് സമ്മറി എന്നുള്ളൊരു ഫങ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡേറ്റ ഫ്രെയിമിനെ സമ്മറൈസ് ചെയ്യാം. അതായത് ഡേറ്റ ഫ്രെയിമിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാം. ഞാനിവിടെ സമ്മറി ഫങ്ഷൻ അപ്ലൈ ചെയ്യാണ്. സമ്മറി ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് സ്റ്റുഡൻസിനെ പാസ് ചെയ്തു. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. ഇതിനകത്ത് നമ്മുടെ ഡേറ്റ ഫ്രെയിമിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണുള്ളത്. ലെങ്ത് 4, ക്ലാസ് ക്യാരക്ടർ, മോഡ് ക്യാരക്ടർ, അതുപോലെ നെയിം കോളത്തിന് ഇൻഫർമേഷൻസ്, അതിൻ്റെ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ഫസ്റ്റ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ, മീഡിയൻ, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ ഗ്രേഡ് കോളത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ
അതിൽ ലെങ്ത് 4, അതായത് 4 ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണ്, ഇങ്ങനെയുള്ള സമ്മറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സിംപ്ലി സമ്മറി എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡേറ്റ ഫ്രെയിമിൻ്റെ സമ്മറി കാണാൻ പറ്റും. ഇനി അതുപോലെ നമുക്കൊരു ഡേറ്റ ഫ്രെയിമിനകത്ത് നിന്നും എങ്ങനെ വാല്യൂസിനെ ആക്സസ് ചെയ്യാം, എങ്ങനെ കോളംസിനെ ആക്സസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ നിന്നും പല രീതിയിൽ കോളംസിനെ ആക്സസ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ കോളം അല്ലെങ്കിൽ രണ്ടാമത്തെ കോളമാണ് വേണ്ടതെങ്കിൽ ആ നമ്പർ റെഫർ ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റുഡൻസ് എന്നുള്ള വേരിയബിളിനകത്തു നിന്നുള്ള ഒന്നാമത്തെ കോളത്തിനെ ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് 1. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിനകത്തെ ഒന്നാമത്തെ കോളത്തിനെ ആക്സസ് ചെയ്യാം. ഇനി എനിക്ക് വേണ്ടത് രണ്ടാമത്തെ കോളമാണെങ്കിൽ 1ന് പകരം ഞാനിവിടെ 2 കൊടുത്തിട്ട് റൺ ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ രണ്ടാമത്തെ കോളമാണ് കിട്ടുക, ഏജ് എന്നുള്ള കോളവും അതിൻ്റെ വാല്യൂസ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോളത്തിൻ്റെ പേര് യൂസ് ചെയ്തുകൊണ്ടും കോളത്തിനെ ആക്സസ് ചെയ്യാം. എനിക്ക് ഗ്രേഡ് എന്നുള്ള കോളത്തിൻ്റെ വാല്യൂസ് ആണ് വേണ്ടതെങ്കിൽ സ്റ്റുഡൻസിനകത്ത് നിന്നും ഗ്രേഡ്, ഈ ഒരു രീതിയിൽ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോളത്തിനെ ആക്സസ് ചെയ്യാം, കോളത്തിൻ്റെ പേര് യൂസ് ചെയ്തുകൊണ്ട്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലും കോളത്തിനെ ആക്സസ് ചെയ്യാം, ഡോളർ സിമ്പൽ യൂസ് ചെയ്തുകൊണ്ട്. ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്, ഈ ഒരു ഡോളർ സിമ്പൽ, ദെൻ കോളത്തിൻ്റെ പേര്. ഇങ്ങനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുക. ഇവിടെ ഞാൻ ഏജ് എന്നുള്ള കോളത്തിനെയാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വാല്യൂസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ നിന്നും കോളത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതുപോലെ നമുക്ക് എങ്ങനെ നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്തേക്ക് പുതിയൊരു കോളത്തിനെ അല്ലെങ്കിൽ പുതിയൊരു റോനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ സ്റ്റുഡൻസ് എന്നുള്ള ഡേറ്റ ഫ്രെയിമിനകത്തേക്ക് പുതിയൊരു റോ ആഡ് ചെയ്യുകയാണ്. ആർബൈൻഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. ഇവിടെ ആർബൈൻഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ ഞാൻ ന്യൂ സ്റ്റുഡൻസ് എന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ്. ന്യൂ സ്റ്റുഡൻസ്, ഇതിൽ ആർബൈൻഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന പുതിയ ഡേറ്റ ഫ്രെയിമിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആർബൈൻഡ് ഫംഗ്ഷനകത്തേക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ഏത് ഡേറ്റ ഫ്രെയിമിലോട്ടാണോ നമ്മൾ റോ ആഡ് ചെയ്യുന്നത് ആ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്. ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ആ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്, സോ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന റോ, ഇവിടെ നമ്മുടെ ഒറിജിനൽ ഡേറ്റ ഫ്രെയിമിനകത്ത് 3 കോളംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന റോയിലും 3 കോളംസ് വേണം. ഒന്നാമത്തെ വാല്യൂ നെയിമിൻ്റെതും, രണ്ടാമത്തെ വാല്യൂ ഏജിൻ്റെതും, മൂന്നാമത്തെ വാല്യൂ ഗ്രേഡിൻ്റെതും ആയിരിക്കണം. ഈ ഒരു രീതിയിൽ നമ്മുടെ ഡേറ്റ ഫ്രെയിമിലേക്ക് പുതിയൊരു റോനെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഡേറ്റ ഫ്രെയിമിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം ഇതിനകത്ത് പുതിയൊരു റോ ആഡ് ആയിട്ടുണ്ട്, നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്തേക്ക് പുതിയൊരു റോ ആഡ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആർബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ ഫ്രെയിമിൽ റോ ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഒരു കോളം ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഡേറ്റ ഫ്രെയിമിനകത്തേക്ക് ജെൻഡർ എന്നുള്ള ഒരു കോളം എനിക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ cbind ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. ന്യൂ സ്റ്റുഡൻസ് 2, ഇതിനകത്തേക്ക് cbind ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ സ്റ്റോർ ചെയ്യാണ്. cbind ഫംഗ്ഷനകത്തേക്ക് ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് ഡേറ്റ ഫ്രെയിമിലാണോ നമ്മൾ പുതിയ കോളത്തിനെ ആഡ് ചെയ്യുന്നത് ആ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്. രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോളം ജെൻഡർ എന്നുള്ള ഒരു കോളത്തിനെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ജെൻഡർ ഈക്വൽ ടു C, ഒന്നാമത്തേത് മെയിൽ, 2 ഫീമെയിൽ,
then again female, then male. ഇവിടെ ഞാൻ 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് 4 റോസ് ആണുള്ളത് നമ്മുടെ ഒറിജിനൽ ഡേറ്റ ഫ്രെയിമിനകത്ത്. ഇവിടെ കാണുന്ന ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ന്യൂ സ്റ്റുഡൻസ് എന്നുള്ള ഡേറ്റ ഫ്രെയിമാണ്. അതിനകത്ത് 5 റോസ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്ത റോ അടക്കം 5 റോസ് ഉണ്ട്. സ്റ്റുഡൻസ് എന്നുള്ള ഡേറ്റ ഫ്രെയിമിനകത്ത് 4 റോസ് മാത്രമേ ഉള്ളൂ. ഈ ലാസ്റ്റ് റോ സ്റ്റുഡൻസ് എന്നുള്ള ഡേറ്റ ഫ്രെയിമിൽ ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പുതിയ കോളത്തിലും 4 വാല്യൂസ് മതി. അഞ്ചാമതൊരു വാല്യൂയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇങ്ങനെ ഒരു കോളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ഡേറ്റ ഫ്രെയിമിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് പുതിയൊരു കോളം ആഡ് ചെയ്ത് വന്നു. ഇവിടെ നമുക്ക് കാണാം ജെൻഡർ എന്നുള്ളൊരു കോളം ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. 4 റോസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആർ ബൈൻഡ് ചെയ്യുകയാണെങ്കിലും സി ബൈൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒറിജിനൽ ഡേറ്റ ഫ്രെയിമിനെ അത് ചേഞ്ച് ചെയ്യുന്നില്ല. സ്റ്റുഡൻസ് എന്നുള്ള ഡേറ്റ ഫ്രെയിം പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റുഡൻസ് ഡേറ്റ ഫ്രെയിമിൽ 4 റോസും 3 കോളംസും മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻസ്, ന്യൂ സ്റ്റുഡൻസ്, ന്യൂ സ്റ്റുഡൻസ് 2 ഈ 2 ഡേറ്റ ഫ്രെയിമിലുമാണ് മാറ്റമുള്ളത്. ന്യൂ സ്റ്റുഡൻസിൽ നമ്മൾ പുതിയൊരു റോ ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ സ്റ്റുഡൻസ് 2ൽ നമ്മൾ പുതിയൊരു കോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റോസിനെ അല്ലെങ്കിൽ കോളംസിനെ ഡേറ്റ ഫ്രെയിമിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്തു നിന്നും എങ്ങനെ റോസിനെ അല്ലെങ്കിൽ കോളംസിനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. എനിക്ക് എൻ്റെ ഡേറ്റ ഫ്രെയിമിനകത്തു നിന്നും ഒന്നാമത്തെ റോനെ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു റോനെ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡേറ്റ ഫ്രെയിമിനെ ഇവിടെ ന്യൂ ഡേറ്റ ഫ്രെയിം 3 എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. ഏത് ഡേറ്റ ഫ്രെയിമിനകത്തു നിന്നാണോ നമ്മൾ റോ റിമൂവ് ചെയ്യുന്നത് ആ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്. ഇവിടെ സ്റ്റുഡൻസിനകത്തു നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. സ്റ്റുഡൻസിനകത്തു നിന്നും ഒന്നാമത്തെ റോനെ റിമൂവ് ചെയ്യുന്നു, -C1. റോനെ മാത്രം റിമൂവ് ചെയ്താൽ മതി, കോളത്തിനെ റിമൂവ് ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ കോളത്തിൻ്റെ പൊസിഷനിൽ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം ന്യൂ ഡേറ്റ ഫ്രെയിം 3 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ നമ്മുടെ ഒന്നാമത്തെ റോ റിമൂവ് ആയി പോയിട്ടുണ്ട്. നമ്മുടെ റിസൾട്ടിങ് ഡേറ്റ ഫ്രെയിമിനകത്ത് 3 റോസ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് നിന്നും റോസിനെ റിമൂവ് ചെയ്യാം. അടുത്തതായി കോളംസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ ന്യൂ ഡേറ്റ ഫ്രെയിം 4 എന്നുള്ള വേരിയബിളിനകത്ത് നമ്മുടെ സ്റ്റുഡൻസ് ഡേറ്റ ഫ്രെയിമിനുള്ള ഒന്നാമത്തെ കോളത്തിനെ റിമൂവ് ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്യാണ്, -C1. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പൊസിഷൻ റോയിൻ്റെതും രണ്ടാമത്തെ പൊസിഷൻ കോളത്തിൻ്റെതുമാണ്. നമുക്ക് റോ ഒന്നും റിമൂവ് ചെയ്യാനില്ല. സോ ഇവിടെ ഞാൻ ബ്ലാങ്ക് ആക്കി വിട്ടു. കോളമാണ് റിമൂവ് ചെയ്യേണ്ടത്. സോ -C1 അവിടെ കൊടുത്തു. ഇതിന് ശേഷം ന്യൂ ഡേറ്റ ഫ്രെയിം 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ കോളം, അതായത് നെയിം എന്നുള്ള കോളം അവിടെ നിന്നും റിമൂവ് ആയി പോയിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ റോസിനെ അല്ലെങ്കിൽ കോളംസിനെ റിമൂവ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡേറ്റ ഫ്രെയിമിൻ്റെ ഡയമെൻഷൻ ഫൈൻഡ് ചെയ്യാം, അതായത് അതിൽ എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാം. dim ഡയമെൻഷൻ്റെ ഷോർട്ടാണ്. ഇവിടെ ഞാൻ സ്റ്റുഡൻസ് ഡേറ്റ ഫ്രെയിമിൻ്റെ ഡയമെൻഷനാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 4-3 എന്നൊരു റിസൾട്ടാണ്. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് 4 റോസും 3 കോളംസും ഉണ്ട് എന്നതാണ്. നമ്മുടെ സ്റ്റുഡൻറ് ഡേറ്റാബേസിനകത്ത്, സ്റ്റുഡൻസ് ഡേറ്റാബേസിനകത്ത് 4 റോസും 3 കോളംസും ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
യെസ്, ഇവിടെ നോക്കുക, ഇവിടെ 4 റോസും 3 കോളംസുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ഫൈൻഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര റോസ് ആൻഡ് എത്ര കോളംസ് ഉണ്ടെന്നുള്ളത് സെപ്പറേറ്റ്ലി നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്പർ ഓഫ് കോളംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി n കോൾ എന്നുള്ള ഈ ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാം. n കോൾ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ നമുക്ക് 3 ആണ് കിട്ടിയിട്ടുള്ളത്, അതായത് 3 കോളംസ് ആണുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ലെങ്ത് എന്നുള്ള ഫംഗ്ഷനെയും യൂസ് ചെയ്യാം. ലെങ്ത് ഓഫ് സ്റ്റുഡൻസ്. ഇവിടെയും 3 തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്പർ ഓഫ് റോസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി n റോ ഫംഗ്ഷനെ യൂസ് ചെയ്യാം. n റോ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ 4 ആണ് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് 4 റോസ് ഉണ്ട് എന്നതാണ്. ഇത്രയുമാണ് ആർ പ്രോഗ്രാമിങ്ങിലെ ഡേറ്റ ഫ്രെയിമിനെ കുറിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു.